നമ്മുടെ ഉത്സവങ്ങളൊക്കെ ഭയങ്കര കളറാണല്ലേ? അതിലൊരു പ്രധാന ആകർഷണം തന്നെയാണ് ആനകൾ. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ആഘോഷമൊക്കെ ആനകൾക്കെങ്ങനെയായിരിക്കും അനുഭവപ്പെടുകയെന്ന്? ഇന്ന് നമ്മൾ ഒരു സാംസ്കാരിക കാഴ്ചയ്ക്ക് പിന്നിലെ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ചില ശാസ്ത്രീയ സത്യങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. തുടങ്ങുന്നത് തന്നെ ആനകളുടെ കേൾവിയെക്കുറിച്ചുള്ള അതിശയകരമായൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് കേൾക്കാൻ പോലും പറ്റാത്ത അത്രയും താഴ്ന്ന ആവൃത്തിയിലുള്ള ഇൻഫ്രാസൗണ്ട് എന്നൊക്കെ പറയുന്ന ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചാണ് അവരെ കിലോമീറ്ററുകളോളം ദൂരേക്ക് സംസാരിക്കുന്നത്. അതായത് അവരുടെ ലോകം ശബ്ദങ്ങളാൽ എത്രത്തോളം സൂക്ഷ്മമാണെന്ന് നമുക്കിതിൽ നിന്ന് ഊഹിക്കാം. അപ്പോ ഇതാണ് ഇവിടത്തെ പ്രധാന ചോദ്യം. ശബ്ദത്തോട് ഇത്രയധികം സെൻസിറ്റീവായൊരു ജീവിയെ നമ്മൾ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ബഹളങ്ങളുടെ നടുക്ക് കൊണ്ടുപോയി നിർത്തുമ്പോൾ സത്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഈ ഒരു പ്രശ്നം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് പോയി നോക്കാം. അതായത് പണ്ടത്തെ ഉത്സവങ്ങൾ എങ്ങനെയായിരുന്നു, ഇന്നത് എങ്ങനെയൊക്കെ മാറിയെന്ന്. ഈ മാറ്റം തന്നെയാണ് ഒരുപക്ഷെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പണ്ടത്തെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. ഉത്സവപ്പറമ്പിലെ ശബ്ദമെന്ന് പറഞ്ഞാല് ചെണ്ട, ഇലത്താളം, പിന്നെ ആളുകളുടെ ആ ഒരു ആരവം അതായിരുന്നു. പക്ഷെ ഇന്നോ വലിയ വലിയ സ്പീക്കറുകളിൽ നിന്ന് ചെവി തുളച്ചുപോകുന്ന സൗണ്ട്, കണ്ണും കാതും ഒരുപോലെ അടിച്ചുപോകുന്ന പടക്കങ്ങൾ, ആ ഒരു നാച്ചുറൽ സൗണ്ടിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത ഈയൊരു കൃത്രിമ ബഹളത്തിലേക്കുള്ള മാറ്റം, അത് ഭയങ്കര വലുതാണ്. ഈ ശബ്ദത്തിന്റെ ഒരു തീവ്രത എത്രത്തോളമുണ്ടെന്നറിയാമോ? ഇന്നത്തെ പല ഉത്സവ പറമ്പുകളിലും 120 ഡെസിബലിനും മുകളിലാണ് സൗണ്ട് ലെവൽ. സിമ്പിളായി പറഞ്ഞാല് ഒരു ജെറ്റ് എഞ്ചിൻ നമ്മുടെ തൊട്ടടുത്ത് വന്ന് ഓൺ ചെയ്യുന്നതിന് തുല്യമാണ്. നമുക്ക് മനുഷ്യർക്ക് പോലും ശാരീരികമായി വേദന തോന്നുന്ന ആ ഒരു ശബ്ദത്തിലാണ് ആനകൾ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നത്. ഓർക്കണം. ശരി, സൗണ്ട് ഭയങ്കര കൂടുതലാണെന്നും മനസ്സിലായി. പക്ഷെ അതെന്തുകൊണ്ടാണ് ആനകളെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്? അതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ അവരുടെ ശരീരഘടനയിലേക്ക് തന്നെ നോക്കണം. നമുക്ക് ആനകളുടെ ആ രഹസ്യ ഇന്ദ്രിയങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആനകൾ ജീവിക്കുന്നത് നമ്മൾ കേൾക്കുന്ന ഈ ശബ്ദലോകത്തല്ല. അവരുടേത് ഇൻഫ്രാസൗണ്ട് എന്ന് പറയുന്ന, അതായത് നമുക്ക് കേൾക്കാൻ പോലും പറ്റാത്ത അത്രയും താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ളൊരു ലോകമാണ്. കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മറ്റ് ആനകളുമായി സംസാരിക്കാനൊക്കെ അവരുപയോഗിക്കുന്നത് ഇതാണ്. അപ്പം നമ്മളുണ്ടാക്കുന്ന ഈ ഭയങ്കരമായ ശബ്ദം അവരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ മുഴുവനായിട്ട് തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. അവരുടെ ചെവികൾ മാത്രമല്ല ശബ്ദം പിടിച്ചെടുക്കുന്നത്. ഈ കാണുന്ന പോലെ അവരുടെ കാൽപാദങ്ങളിലൂടെ ഭൂമിയിലുണ്ടാവുന്ന ചെറിയ പ്രകമ്പനങ്ങൾ വരെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ എന്താ, ആനയുടെ ശരീരം മൊത്തത്തില് ഒരു ഭീമൻ മൈക്രോഫോൺ പോലെയാണ്. അതുകൊണ്ടുതന്നെ ഉച്ചത്തിലുള്ള ഓരോ ശബ്ദവും അവരെ ശരിക്കും കീഴ്പ്പെടുത്തുന്നു. ഗവേഷകർ ഇതിനെ പറയുന്നൊരു ഉപമയുണ്ട്. അത് കേട്ടാൽ നമുക്കിതിന്റെ ഭീകരത മനസ്സിലാവും. ഒരു മനുഷ്യനെ ഒരു ജെറ്റ് എഞ്ചിന്റെ ടർബൈന്റെ ഉള്ളിൽ പൂട്ടിയിടുന്നത് പോലെയാണിത് എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതൊരു ചെറിയ അസ്വസ്ഥതയല്ല, കഠിനമായ ശാരീരികവും മാനസികവുമായ പീഡനമാണ് ഓരോ നിമിഷവും ആ ആനകൾ അനുഭവിക്കുന്നത്. അപ്പോ ഇത്രയും വലിയൊരു സമ്മർദ്ദത്തില് ഒരു മൃഗം സ്വാഭാവികമായും എന്തു ചെയ്യും? ഈ സ്റ്റെപ്പുകൾ അത് വ്യക്തമായി പറഞ്ഞുതരും. ആദ്യം ഈ ശബ്ദം ഒരു വലിയ ഭീഷണിയായിട്ട് ശരീരം തിരിച്ചറിയും. അപ്പോൾ തലച്ചോറ് കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ കൊണ്ട് നിറയും. സ്വാഭാവികമായൊരു ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ്? ഓടി രക്ഷപ്പെടുക, ഫ്ലൈറ്റ്. പക്ഷെ അതിന് പറ്റുമോ? ഇല്ല. കാരണം കാലിൽ ചങ്ങലയുണ്ട്, ചുറ്റും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോ ഓടി രക്ഷപ്പെടാനുള്ള വഴി അടയുമ്പോൾ പിന്നെ അതിജീവനത്തിനുള്ള ഒരൊറ്റ വഴിയേ മുന്നിലുള്ളൂ: ഫൈറ്റ്, പോരാടുക. ഇതാണ് പലപ്പോഴും നമ്മൾ ഇടഞ്ഞു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. ഇത് നമ്മളെ വളരെ സാധാരണയായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ കാഴ്ചയിൽ സന്തോഷമെന്നൊക്കെ വിചാരിക്കുന്ന പലതിന്റെയും പിന്നില് വളരെ വേദനാജനകമായ ഒരു സത്യമുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ചെണ്ടമേളത്തിനനുസരിച്ച് താളത്തിൽ തലയാട്ടുന്ന ആനകളെ? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ശബ്ദം ഇത്ര പ്രശ്നമാണെങ്കിൽ പിന്നെന്തിനാ അവരിങ്ങനെ ഡാൻസ് ചെയ്യുന്നത്? അത് സന്തോഷം കൊണ്ടല്ലേ? ശരിക്കും അതങ്ങനെയാണോ? നമുക്ക് നോക്കാം. സത്യത്തിലെ ഈ ഒരു പെരുമാറ്റത്തിനൊരു ശാസ്ത്രീയമായ പേരുണ്ട്. സൂക്കോസിസ് എന്ന് പറയും. ഇത് തടവിൽ കഴിയുന്ന മൃഗങ്ങളിൽ കാണുന്ന ഒരു തരം മാനസിക രോഗമാണ്. സഹിക്കാൻ പറ്റാത്ത സ്ട്രെസ്സും ടെൻഷനൊക്കെ വരുമ്പോൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചെയ്ത് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നൊരവസ്ഥയാണിത്.
അതായത് നമ്മൾ ഈ കാണുന്ന തലയാട്ടൽ ഒരു സന്തോഷപ്രകടനമേ അല്ല, അത് മാനസികമായി തകർന്നതിന്റെ ഒരു ലക്ഷണമാണ്. ആ ഭയങ്കരമായ ശബ്ദവും വേദനയും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വന്തം ശരീരത്തിലെ എൻഡോർഫിൻ പോലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ച് സ്വയം മരവിപ്പിക്കാനുള്ള, സ്വയം ചികിത്സിക്കാനുള്ള ഒരു അവസാനത്തെ ശ്രമം, അവരുടെ മാനസിക നില പൂർണ്ണമായും തകർന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ആ നൃത്തം. അപ്പോ ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് വളരെ അപകടകരമായ ഒരു ബയോളജിക്കൽ ഫാക്ടർ കൂടി നമ്മൾ ചേർക്കാൻ പോവുകയാണ്. അതാണ് മദപ്പാട്, അല്ലെങ്കിൽ മസ്ത് എന്ന് പറയുന്നത്. ആണാനകളിൽ വർഷത്തിലൊരിക്കൽ വരുന്ന സ്വാഭാവികമായ ഒരു ശാരീരിക മാറ്റമാണിത്. ഈ സമയത്ത് അവയുടെ ഹോർമോൺ ലെവൽ ഭയങ്കരമായിട്ട് കൂടും, അവരെ പ്രവചിക്കാൻ പറ്റാത്ത അത്രയും ആക്രമണകാരികളാക്കും. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ശബ്ദമൊക്കെ കേട്ട് മാനസികമായി തകർന്നിരിക്കുന്ന ഒരു ആനയ്ക്ക് ഈ മദപ്പാട് കൂടി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ മദപ്പാടിന്റെ സമയത്ത് ആനയുടെ ശരീരത്തിനകത്ത് നടക്കുന്നത് ഒരു ബയോകെമിക്കൽ കൊടുങ്കാറ്റാണ്. അതിന്റെ സ്വഭാവം, ചിന്ത, പ്രതികരണം എല്ലാം ആ ഹോർമോൺ നിയന്ത്രിക്കും. എത്ര ശാന്തനായ മൃഗമാണെങ്കിലും ആ സമയത്ത് പ്രവചിക്കാൻ പറ്റാത്തൊരു ശക്തിയായി മാറും. സാധാരണ നിലയിലുള്ളതിനേക്കാൾ 60 മടങ്ങ് വേണിയാണ് ഈ സമയത്ത് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടുന്നത്. 60 മടങ്ങ്! ഈ ഒരു ഹോർമോൺ പ്രവാഹം അതിന്റെ തലച്ചോറിനെ അങ്ങ് ഹൈജാക്ക് ചെയ്യും. പിന്നെ എത്ര വർഷത്തെ പരിശീലനമോ പാപ്പാന്റെ പരിചയമോ ഒന്നും ഈ ഒരു ബയോളജിക്കൽ അവസ്ഥയെ മറികടക്കാൻ സഹായിക്കില്ല. അപ്പോ ഈ കാതടപ്പിക്കുന്ന ശബ്ദം, അതിലൂടെ ഉണ്ടാവുന്ന മാനസിക സംഘർഷം, പിന്നെ ഹോർമോൺ മാറ്റങ്ങൾ, ഇതെല്ലാം കൂടി ഒന്നിക്കുമ്പോൾ എന്താവും ഫലം? അത് പ്രവചിക്കാൻ കഴിയുന്ന ചില ദുരന്തങ്ങൾ തന്നെയാണ്. ഇതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ആനകളുടെ ആയുസ്സിൽ തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കുകയാണെങ്കിൽ ഒരു ആന 60 മുതൽ 70 വർഷം വരെ ജീവിക്കും. പക്ഷെ നാട്ടിലെ ഈ ഉത്സവങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ആനകളുടെ ശരാശരി ആയുസ് 30-40 വർഷമാണ്. അതായത് ഈ വിട്ടുമാറാത്ത സ്ട്രെസ് കാരണം അവയുടെ ആയുസ് നേരെ പകുതിയായി കുറയുന്നു. കഴിഞ്ഞ ഒരു 25 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ മാത്രം മതി ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രം കിട്ടാൻ. 100 കണക്കിനു മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്, പാപ്പാന്മാരും സാധാരണക്കാരുമടക്കം. അതേസമയം സ്ട്രെസ് കാരണം വരുന്ന അസുഖങ്ങൾ കൊണ്ട് ആനകളുടെ ആയുസ്സും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ആന ഇടഞ്ഞോ എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം, അത് മിക്കവാറും ആ വേദനയുടെ ഉറവിടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസാനത്തെ ശ്രമം മാത്രമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സംസ്കാരത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ പരാജയമൊന്നുമല്ല, മറിച്ച് നമ്മളുണ്ടാക്കിയെടുത്ത ഈ ആധുനിക ടെക്നോളജിയും ആ ജീവിയുടെ പുരാതനമായ ജീവശാസ്ത്രവും തമ്മിൽ ഒത്തുപോവാത്തതിന്റെ ഒരു ബയോളജിക്കൽ മിസ്മാച്ചിന്റെ അനിവാര്യമായൊരു ഫലമാണ് നമ്മളീ കാണുന്നത്. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. ഒരു ജീവി അനുഭവിക്കുന്ന വേദനയുടെ ശാസ്ത്രീയമായ കാരണങ്ങൾ ഇത്രയും വ്യക്തമായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ പാരമ്പര്യങ്ങളെയും ശീലങ്ങളെയും കാലത്തിനനുസരിച്ച് മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കില്ലേ?